Praise the Lord, praise the Lord from the heavens. All the angels sing, praise the Lord. Praise the Lord from the heights of creations. They shall praise the name of the Lord. He commanded them, and the heavens were made. He established them, and they rose from the waves. The sun and moon praise the Lord with their lights, and the stars up above, they keep shining through the night. Praise the Lord, praise the Lord from the heavens. All the angels sing, praise the Lord. Praise the Lord from the heights of creations. They shall praise the name of the Lord. Warm greetings to all my viewers in the mighty name of our Lord and Savior Jesus Christ. For the creation has been subjected to futility, waiting patiently and hopefully that it will be delivered from the bondage of corruption for the glorious liberty of the children of God. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. The book of Romans chapter 8 verse 20. Dear sisters and brothers in Christ, ഇന്ന് ലോക പരിസ്ഥിതി ഞായറായി നാം ആഘോഷിക്കുകയാണല്ലോ. വേൾഡ് എൻവയോൺമെൻറ്റ് സൺഡേ. ദൈവവും മനുഷ്യനും ദൈവം സൃഷ്ടിച്ച സമസ്ത സൃഷ്ടികളുമായുള്ള ആ സന്തുലിതാവസ്ഥ എങ്ങനെ നമുക്ക് പരിരക്ഷിക്കാം എന്ന് ഈ ഞായറാഴ്ച നാം ചിന്തിക്കുന്നു. ഭൂമി, വായു, ജലം ഇവയൊക്കെ മലിനീകരിക്കുന്നതിൽ നിന്ന് നമുക്ക് എങ്ങനെ പിന്മാറുവാൻ കഴിയും? ഇക്കോസിസ്റ്റത്തെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം? അതായത് ക്രിസ്തുവിൽ നിലനിൽക്കേണ്ട സൃഷ്ടി, അതിൻ്റെ സമഗ്രത എങ്ങനെയാണ് ക്രിസ്തുവിൽ കാണുന്നത്? അതുപോലെ തന്നെ സൃഷ്ടിക്ക് യേശു ക്രിസ്തുവിൽ ലഭ്യമായിരിക്കുന്ന പുതിയ നിയോഗവും അധികാരവും തിരിച്ചറിയുവാൻ ഈ പരിസ്ഥിതി ഞായറാഴ്ച നമ്മെ സഹായിക്കുന്നു. ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രധാന വേദവചന പാഠമാണ് വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 16 through 21. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കായകയാൽ തന്നെ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കിലേക്ക് വരുന്നു. സകല സൃഷ്ടികളുമായുള്ള മനുഷ്യൻ്റെ ബന്ധം എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ സന്തുലിതാവസ്ഥ നാം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവവുമായുള്ള ബന്ധം എങ്ങനെയാണ്, അതെങ്ങനെയാണ് നാം കാത്തു സൂക്ഷിക്കേണ്ടത്?
ദൈവവുമായുള്ള ആ സന്തുലിതാവസ്ഥ എങ്ങനെയാണ് മനുഷ്യൻ കാത്തു സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ടത്? അതാണ് ഈ വേദഭാഗത്ത് നമ്മോട് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. പാപനിമിത്തം ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യകുലം, സാത്താനവനെ അടിമപ്പെടുത്തിയതിനാൽ അവൻ പാപത്തിനും തദ്വാര മരണത്തിനും അടിമപ്പെട്ടുപോയി. നിത്യമായ നാശം, നിത്യ മരണം, അതായത് ഇറ്റേണൽ ഡെത്ത്. അതിൽ നിന്ന് ഒരിക്കലും അവന് മോചനമില്ല. ആ അവസ്ഥയിൽ നിന്നാണ് അവനെ വിടുവിക്കുവാനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത്. എല്ലാവരും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വാക്യമാണ് വിശുദ്ധ ബൈബിളിലെ ഈ വാക്യം, സെയിന്റ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. മനുഷ്യൻ കാക്ഷിക്കേണ്ട അല്ലെങ്കിൽ മനുഷ്യൻ ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ആ നിത്യജീവൻ. മനുഷ്യൻ വെറുക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അവൻ നിത്യമായി നശിച്ചു പോവുക എന്നുള്ളത്. അതവന് ഇഷ്ടമല്ല. നിത്യനാശം അവനിഷ്ടമല്ല. അവൻ എന്നേക്കും ജീവിച്ചിരിക്കണം. അത് മനുഷ്യനാൽ സാധ്യമല്ല. കാരണം അവൻ പാപത്തിന് അടിമപ്പെട്ടു പോയി. പാപമെന്നതോ അത് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതാണ്, നിത്യമായ അകൽച്ച. ആ അകൽച്ചയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. ഈ സുവിശേഷ ഭാഗത്ത് പ്രധാനമായും 6 കാര്യങ്ങളാണ് നമ്മെ സുവിശേഷകൻ പഠിപ്പിക്കുന്നത്. ഒന്ന്, നിത്യജീവൻ പ്രാപിക്കുന്നതിനെ പറ്റി. എങ്ങനെയാണ് നിത്യജീവൻ പ്രാപിക്കേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അവൻ കാൽവറിയിൽ ചെയ്ത ആ രക്ഷണ്യ പ്രവൃത്തി നാം വിശ്വസിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറയുക, അവനെ സ്വീകരിക്കുക. രണ്ടാമതായി, ന്യായവിധിയെപ്പറ്റി. എങ്ങനെയാണ് ന്യായവിധി വരുന്നത്? ആർക്കാണ് ന്യായവിധി ഇല്ലാത്തത് എന്നിവിടെ പറയുന്നു. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ തന്നെ ന്യായവിധി വന്നു കഴിഞ്ഞു. അതുപോലെ എന്താണ് ഈ ന്യായവിധി എന്നിവിടെ പറഞ്ഞിരിക്കുന്നു? ന്യായവിധി എന്നതോ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഇവിടെ നാം പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, യേശു ക്രിസ്തുവിനെ ആര് വിശ്വസിക്കുന്നുവോ അവന് ന്യായവിധി ഇല്ല എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്കാണ് ന്യായവിധി ഉള്ളത്. വെളിച്ചമായ യേശുവിങ്കിലേക്ക് വരാതിരിക്കുവാനുള്ള കാരണം എന്താണ്? മനുഷ്യൻ തിന്മ പ്രവർത്തിക്കുമ്പോൾ യേശുക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് അവർ കടന്നു വരുമ്പോൾ ഈ വെളിച്ചം മൂലം അവരുടെ ദുഷ്പ്രവർത്തികളെല്ലാം വെളിവാകും. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിലേക്ക് വരുവാൻ മനുഷ്യർ മടിക്കുന്നത്. കാരണം അവിടെ ഇരുട്ടൊട്ടുമില്ല. ഐ എം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യേശുക്രിസ്തുവിലേക്ക് കടന്നു വരുന്നവൻ ആ വെളിച്ചത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയുകയില്ല. തൻ്റെ ദുഷ്ടപ്രവർത്തികൾ, തൻ്റെ തിന്മ പ്രവർത്തികൾ ഇതെല്ലാം അവിടെ വെളിപ്പെട്ടു വരും. ഇതെല്ലാം ശരിക്കും കാണുവാൻ കഴിയും ആ വെളിച്ചത്തിൽ. എന്നാൽ
യേശുവിലേക്ക് കടന്നു വരുന്നവൻ അവൻ സന്തോഷത്തോടാണ് കടന്നു വരുന്നത്. എന്താണ് കാരണം? ഇവിടെ വേഴ്സ് 21 പറഞ്ഞിരിക്കുന്നു, തൻ്റെ പ്രവൃത്തി അവർ ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നു. യേശുക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് വരുമ്പോൾ അവർ സ്വയം കാണും, മറ്റുള്ളവർ കാണും ഇവൻ്റെ നന്മ പ്രവർത്തികൾ. കാരണം വെളിച്ചത്തിലാണ് അവൻ വന്നിരിക്കുന്നത്. വെളിച്ചം ഒന്നിനെയും മറയ്ക്കുന്നില്ല, എല്ലാം അവിടെ വ്യക്തമായി കാണുവാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, ഈ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സമായിരിക്കുന്നത്? നിങ്ങളുടെ തിന്മ പ്രവൃത്തികളാണോ? ദുഷ്ടതകളാണോ? പാപമാണോ? അതിന് പരിഹാരമുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മുടെ ദൈവം യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. അവൻ സർവ്വലോകത്തിൻ്റെയും സർവ്വപാപവും സ്വയം ഏറ്റെടുത്തുകൊണ്ട് കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി യാഗമായി മാറി. നിങ്ങൾക്കിനി ഒരു യാഗവും ചെയ്യേണ്ടതായ കാര്യമില്ല. യേശുക്രിസ്തു അനുഷ്ഠിച്ച പരമയാഗത്തിൽ വിശ്വസിക്കുക മാത്രം മതി. അതുകൊണ്ടാണ് വേഴ്സ് 16 പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകത്തില്ല എന്നുള്ളത്. മനുഷ്യൻ്റെ നിത്യനാശത്തിന് കാരണം മനുഷ്യൻ തന്നെയാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ നിഷ്ഫലത, നിരർത്ഥകത ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് മനുഷ്യൻ്റെ പാപപ്രവർത്തികളാണ്. മാൻ ഹിംസെൽഫ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫ്യൂട്ടിലിറ്റി ഓഫ് ഹിസ് ലൈഫ്. ഇവിടെ മനുഷ്യൻ മാത്രമല്ല നശിക്കുന്നത്, അവൻ ബന്ധപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സമസ്ത സൃഷ്ടികളുമാണ് കഷ്ടത്തിലായിരിക്കുന്നത്. ഓൾ ആർ സബ്ജക്റ്റഡ് ടു ദിസ് ഫ്യൂട്ടിലിറ്റി. സകലതും മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ എത്രമാത്രം കഷ്ടത്തിലായിരിക്കുന്നു എന്ന് നാം ഓർക്കണം. എന്നാൽ പ്രത്യാശയുടെ സന്ദേശവുമായി ഇതാ അടുത്ത വചനപാഠം. The book of Romans chapter 8 verses 18 to 25. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഇതേക്കുറിച്ച് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. Yet what we suffer now is nothing compared to the glory God will give us later. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. For all creation is waiting patiently and hopefully for that future day when God will resurrect his children. ഇവിടെ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ തങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. ബോഡിലി റിസറക്ഷൻ. ഈ ഒരു വലിയ സംഭവത്തിലേക്കാണ് സർവസൃഷ്ടികളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ഇനി നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവമാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവരുടെ ആ പുനരുത്ഥാനം. ദൂതന്മാർ പോലും ഈ മഹാവലിയ സംഭവത്തിലേക്ക് കുനിഞ്ഞു നോക്കുകയാണ്. എന്താണ് ദൈവം ഈ മനുഷ്യമക്കളിൽ ചെയ്യുവാൻ പോകുന്നത്? അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇവിടെ വേഴ്സ് 20 പറയുന്നു, സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. For on that day thorns and thistles, sin, death and decay will all disappear, and the world around us will
share in the glorious freedom from sin which God's children enjoy. ദൈവമക്കൾ ആസ്വദിക്കുവാൻ പോകുന്ന ഈ ഗ്ലോറിയസ് ഫ്രീഡം. എന്താണ് ഈ സ്വാതന്ത്ര്യം? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്നുള്ള ആ വിടുതൽ, ദ്രവത്വത്തിൽ നിന്നുള്ള ആ വിടുതൽ. For we know that even the things of nature, like animals and plants, suffer in sickness and death as they await this great event. Verse 23. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. And even we Christians, although we have the Holy Spirit within us as a foretaste of future glory, also groan to be released from pain and suffering. നമ്മുടെ ശരീരത്തിനായി, അതിൻ്റെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുകയാണ്. We too wait anxiously for that day when God will give us our full rights as His children, including the new bodies He has promised us, bodies that will never be sick again and will never die. പാപത്തിനോ മരണത്തിനോ അധീനമല്ലാത്ത ഒരു ശരീരമാണ് സഹോദരങ്ങളെ നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. അതിലേക്കാണ് സർവസൃഷ്ടികളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്, പ്രത്യാശയോടെ കാത്തിരിക്കുന്നത്. We are saved by trusting. And trusting means looking forward to getting something we don't yet have. For a man who already has something doesn't need to hope and trust that he will get it. നാം കണ്ട ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് പ്രത്യാശയോടെ ഇരിക്കേണ്ട കാര്യമില്ല. അതേസമയം നാം കാണാത്തതിനായിട്ടാണ് കാത്തിരിക്കുന്നത് പ്രത്യാശയോടെ. But if we must keep trusting God for something that hasn't happened yet, it teaches us to wait patiently and confidently. നാം ഇതുവരെ കണ്ടിട്ടില്ല എന്താണ് ഇനിയും സംഭവിക്കുവാൻ പോകുന്നത് എന്ന്. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നാം അനുഭവിച്ചിട്ടില്ല, നാം അറിഞ്ഞിട്ടില്ല. അതിനുവേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. എത്രമാത്രം ആകാംക്ഷയോടെ, പ്രത്യാശയോടെയാണ് നാം ഇതിനായി കാത്തിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം സാധ്യമാകുന്നത് എങ്ങനെയാണ്? ബൈ ദ പവർ ഓഫ് ദ വർക്ക് ഓഫ് ജീസസ് ഓൺ ദ ക്രോസ്. സർവ സൃഷ്ടികളും ദൈവം അതിനുവേണ്ടി അവരെപ്പറ്റി എന്താണ് ഇൻറ്റൻറ്റ് ചെയ്തിരിക്കുന്നത്, അതിലേക്ക് ഒരു തിരിച്ചുവരവാണ് നടത്തുവാൻ പോകുന്നത്. All creation will return to its intended purpose. ഇവിടെ എബ്രായ ലേഖനകർത്താവ് തൻ്റെ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു എന്ന്. God is bringing many sons and daughters to glory. It is fitting that God, for whom and through whom everything exists, should make the pioneer of their salvation. We are being brought from glory to glory. ഇത് സംഭവിക്കുന്നത് നാം നമ്മുടെ ദൈവത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. കർത്താവ് അത് ചെയ്തുകൊള്ളും. Jesus was able to become the captain or the founder of our salvation. അവൻ നമ്മുടെ രക്ഷാനായകനാണ്, captain of our salvation, and he is the founder of our salvation. The last redemptive act of God is our glorification. This is achieved through atonement. എന്താണ് ഈ atonement? The death of Jesus pays the price of a ransom, releasing mankind from bondage to sin and death. ഇപ്പോൾ നാം വായിച്ചു കേട്ടതാണ്. പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന്, മരണത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന്, ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് നമ്മെ യേശുക്രിസ്തു
തൻ്റെ കാൽവറിയിലെ യാഗത്താൽ വിടുവിച്ചു. അതാണ് അറ്റ്മൺമെന്റ്. ദൈവമക്കളായി തീർന്ന നാം ഉള്ളിൽ ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനാണ്. ഇത് പൂർത്തിയാകുന്നത് നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്, അവൻ്റെ മടങ്ങിവരവിലാണ്. We are eagerly waiting for our adoption to sonship. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവം നമ്മെ തേജസ്സിലേക്ക് നടത്തുകയാണ് സഹോദരങ്ങളെ, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. പുനരുത്ഥാന ശരീരികളായി ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ ദൈവം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? തൻ്റെ വിമുക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ വാസസ്ഥലം ഏതാണ്? അതിനെപ്പറ്റി വിവരിച്ചിരിക്കുന്ന വേദഭാഗമാണ് അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത്. ദ ബുക്ക് ഓഫ് ഐശായ ചാപ്റ്റർ 65 വേഴ്സസ് 17 through 25. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലെത്തവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഞാൻ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പീൻ. ഇതാ ഞാൻ യെരൂശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. ഞാൻ യെരൂശലേമിനെക്കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കുകയില്ല. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പുതിയ യെരൂശലേം എന്ന ഈ വാസസ്ഥലമാണ് ദൈവജനത്തിനു വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫോർ ഗോഡ്സ് പീപ്പിൾ. ഇത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ്. ഫോർ ഗോഡ്സ് ചോസൺ വൺസ്. ഇത് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതിക്ക് വേണ്ടിയുള്ളതാണ്. ഫോർ ഗോഡ്സ് ബ്ലെസ്സഡ് ഓഫ് സ്പ്രിങ്. ഈ വാസസ്ഥലം ഏദൻ തോട്ടത്തെ പോലെയാണ്. എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പുതിയ ജെറുസലേം. പ്രിയ സഹോദരങ്ങളെ, ഇത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നറിയണമെങ്കിൽ ഇപ്പോഴത്തെ ലോക സംഭവങ്ങൾ നിരീക്ഷിച്ചാൽ മതി. ഈ ജെറുസലേം ഉൾക്കൊള്ളുന്ന ഇസ്രായേലിനു വേണ്ടി പിശാചുവിൻ്റെ സൈന്യങ്ങളും നടത്തുന്ന പോരാട്ടം അതെല്ലാവരും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിപ്പോഴെങ്ങും തുടങ്ങിയതല്ല. ലോക ചരിത്രത്തിൻ്റെ ആദ്യം മുതലേ ഇത് തുടങ്ങിയതാണ്. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഈ വാസസ്ഥലം സ്വന്തമാക്കുവാൻ, കൈക്കലാക്കുവാൻ സാത്താനും അവൻ്റെ സൈന്യവും ശ്രമിക്കുകയാണ്. ഗ്രഹിക്കുവാൻ കഴിവുള്ളവർ ഗ്രഹിക്കട്ടെ, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സൃഷ്ടിയുടെ സമഗ്രതയാണ് ഈ പുതിയ ജെറുസലേമിൽ നാം ദർശിക്കുവാൻ പോകുന്നത്. ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ആ സംഭവമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ വരവെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇന്ന് വേൾഡ് എൻവയോൺമെൻറ്റ് സൺഡേയായി നാം ആഘോഷിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടികളുമായി ഒരു സന്തുലിത അവസ്ഥയിൽ മനുഷ്യൻ കഴിയേണ്ടത് എന്ന് നാം ചിന്തിക്കണം.
പുതിയ ജെറുസലേം എല്ലാ അനുഭവത്തിലാണ് നാം ആകുവാൻ പോകുന്നത്. യെശയ്യാ പ്രവാചകൻ ഇക്കാര്യം നേരത്തെ പ്രവചിച്ചിട്ടുണ്ട്. 11-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ പോതിങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കുകയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന യേശുക്രിസ്തുവിനെ അന്വേഷിച്ച് ജാതികൾ വരും. അവൻ്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. യെശയ്യാ പ്രവാചകൻ ദൈവജനത്തിന് നിത്യാനന്ദം ലഭിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. Be glad and rejoice forever in that which I create, for I am creating Jerusalem as a rejoicing and her people a gladness. I will rejoice in Jerusalem and I will be glad because of my people. നീതി വസിക്കുന്ന പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനോട് അരുളി ചെയ്ത അതേ ദൈവം നൂറ്റാണ്ടുകൾക്ക് ശേഷം പത്മോസ് ദ്വീപിലായിരുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായിക്ക് അക്കാര്യം വെളിപ്പെടുത്തി കൊടുത്ത വേദഭാഗമാണ് അവസാനമായി നമുക്ക് പഠിക്കുവാനുള്ളത്. യോഹന്നാനുണ്ടായ വെളിപ്പാട് 21-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. Revelation chapter 21 verses 1 to 8. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീറെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, അതായത് യോഹന്നാനോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വേഴ്സ് 3-ൽ നാം വായിച്ചു കേട്ട മനുഷ്യരോടുകൂടെയുള്ള ആ ദൈവത്തിൻ്റെ വാസം, അത് സാധ്യമാകുന്നത് പുതിയ ആകാശത്തിലും പുതിയ ആകാശവും പുതിയ ഭൂമിയും ആയ ആ പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരത്തിലാണ്.
എല്ലാം പുതുമയാണ്. ആകാശം പുതിയത്, ഭൂമി പുതിയത്, യെരുശലേം പുതിയത്. അവിടുത്തെ ആൾക്കാരെല്ലാം വിശുദ്ധരാണ്. യാതൊരു അശുദ്ധിക്കും അവിടെ സ്ഥാനമില്ല. യേശുക്രിസ്തുവിലൂടെ വിശുദ്ധി പ്രാപിച്ച ജനമാണ് അവിടെയുള്ളത്. ഓൾ ആർ സെയിൻസ്. സകലതും അല്ലെങ്കിൽ സകലവും വിശുദ്ധമായ ഒരു സാഹചര്യത്തിലേക്ക്, ഒരവസ്ഥയിലേക്ക്, ഒരു സ്ഥലത്തേക്കാണ് ദൈവം വരുന്നത്. കാരണം ദൈവം വിശുദ്ധനാണ്. ഗോഡ് ഇസ് ഹോളി. അതായത് God the Father will not come to dwell on earth before the cleansing of the world in the lake of fire, as in verse 8. After the earth is purified, God will establish his headquarters and throne on earth in a new and perfectly built Jerusalem. Christ's government will begin at Jerusalem, where his headquarters will be located, as in Jeremiah chapter 3 verse 17. ഈ വിശുദ്ധ നഗരത്തിൽ എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. Isaiah chapter 2 verse 3, Psalm 25 verses 8 to 10, Revelation chapter 2 verse 26 and chapter 5 verse 10. ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് പോലെ ഈ പുതിയ ജെറുസലേമിൽ ഉള്ള എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. എല്ലാ മൃഗജാലങ്ങൾക്കും പുതിയ സ്വഭാവം ലഭ്യമാകും. മനുഷ്യർക്കാണെങ്കിലും പരിശുദ്ധാത്മാവിനാൽ ആ ദൈവസ്നേഹമാണ് മനുഷ്യരിൽ കൂടെ ഒഴുകുന്നത്. ഇവിടെയും സ്നേഹത്തിൻ്റെ ഒഴുക്കാണ്. ഇവിടെയും സമൃദ്ധി, സന്തോഷം, സമാധാനം. ഗോഡ്സ് വേ ഈസ് ബെസ്റ്റ് ഫോർ ഓൾ. അത് അന്നാണ് എല്ലാവരും അറിയുന്നത്. അന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഗോഡ്സ് വേ ഈസ് ബെസ്റ്റ് ഫോർ ഓൾ. മനുഷ്യരാശി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആ യൂട്ടോപ്യൻ പാരഡൈസ് ഇതാ അവസാനമായി ആഗതമായിരിക്കുന്നു. ഇതാ കൺമുൻപിൽ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. തങ്ങൾ കൈക്കൊള്ളുവാൻ കൂട്ടാക്കാഞ്ഞ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞ ആ വെളിച്ചത്തെ സ്വീകരിക്കേണ്ടവരെല്ലാം ഇതാ സ്വീകരിച്ചു കഴിഞ്ഞു. മനുഷ്യനെ വഴിതെറ്റിച്ചുകൊണ്ടിരുന്ന സാത്താൻ്റെ പ്രലോഭനങ്ങളില്ലാതിരുന്നതിനാൽ യേശുവിനെ സ്വീകരിക്കേണ്ട ബഹുഭൂരിപക്ഷം ജനങ്ങളും അവനെ തങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു കഴിഞ്ഞു. കാരണം ദൈവത്തോടൊപ്പം വസിക്കുവാൻ ഇപ്രകാരം യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവർക്ക് മാത്രമേ സാധ്യമാകൂ. യേശുക്രിസ്തു അവരെ വിശുദ്ധീകരിച്ചു. കാരണം അവനാണ് എല്ലാവരെയും വിശുദ്ധീകരിക്കുന്നവൻ. So in God's kingdom, there will be outgoing concern for others, animals and plants, operating in the way of true values, the way of peace, of happiness, of well-being, of joy. എല്ലായിടത്തും സ്നേഹവും സന്തോഷവും സമൃദ്ധിയും സമാധാനവുമാണ്. Crime, sickness, disease and suffering will be gone. ഇതിനൊന്നും അവിടെ സ്ഥാനമില്ല. Poverty and ignorance will be banished. ദൈവരാജ്യത്തിൽ പോവേർട്ടി ഇല്ല, ദാരിദ്ര്യമില്ല, അജ്ഞതയില്ല. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകും. വൈൽഡ് ആനിമൽസ് വിൽ ബി ടേം. ദുഷ്ടമൃഗങ്ങളെല്ലാം അല്ലെങ്കിൽ ഹിംസ്ര ജന്തുക്കളെല്ലാം മരുങ്ങി. വൈൽഡ് ആനിമൽസ് വിൽ ബി ടേം. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ വിൽ ബി നോ മോർ.
There will be crystal pure water to drink, clean pure air to breathe, rich fertile soil producing full flavored foods where deserts once existed. പണ്ട് മരുഭൂമിയായിരുന്നിടത്തെല്ലാം നല്ല ഫലസമൃദ്ധമായ മണ്ണ്, എല്ലാത്തരം ഫലങ്ങളും ഉണ്ടാകുന്ന അത്രമാത്രമായ സമൃദ്ധിയാണ് അവിടെയുള്ളത്, കാർഷിക സമൃദ്ധി. ആൻഡ് ഫാന്റാസ്റ്റിക് ബ്യൂട്ടി ഇൻ ഫ്ലവേഴ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. ഇതാണ് സൃഷ്ടിയുടെ സമഗ്രത. ഇത് സാധ്യമാകുന്നത് ദൈവരാജ്യത്തിലാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഞായറാഴ്ച നാം ഈ വേദഭാഗമെല്ലാം പഠിക്കുന്നത്. ദൈവരാജ്യത്തിൽ ദൈവം നമ്മോടുകൂടെ ഉള്ളപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുവാൻ പോകുന്നത്? സർവസൃഷ്ടികളുടെ സമഗ്രതയാണ് അവിടെ കാണുന്നത്. ഇക്കോസിസ്റ്റം എല്ലാം അതിൻ്റെ സന്തുലിതാവസ്ഥയിലായിരിക്കും അവിടെ. God's kingdom will be filled with happy people, guided, helped, protected, and ruled by Christ and the saints. What a fabulous world that will be. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.